ഹലോ എവരിവൺ, നമ്മുടെ സെർവർ സൈഡ് ടാഗ് മാനേജ് സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെർവർ സൈഡ് ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഗൂഗിൾ അനലിറ്റിക്സിനെ ഏറ്റവും എഫിഷ്യൻ്റായി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വീഡിയോ വീഡിയോയും കാണുക, കാരണം സെർവർ സൈഡ് ടാഗ് മാനേജർ എങ്ങനെയാണ് സ്റ്റേപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഡെമോ വെബ്സൈറ്റ് ഒരു വേഡ്പ്രസ് വെബ്സൈറ്റ് ആയതുകൊണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് SSTM ഡിപ്ലോയ്മെൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടും നമുക്കൊരു വേഡ്പ്രസിൻ്റെ പ്ലഗിൻ അവൈലബിൾ ആണ് സ്റ്റേപ്പിൻ്റെ തന്നെ. ആ ഒരു പ്ലഗിൻ യൂസ് ചെയ്യുകൊണ്ട് ടാഗ് മാനേജർ ഇൻറ്റഗ്രേഷനെ കുറിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ പ്ലഗിൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഈ പ്ലഗിനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ, ആക്ടിവേറ്റ്. ദെൻ ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് കോൺഫിഗർ കൊടുക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. നമുക്ക് അതൊന്നും ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആക്ച്വലി നമ്മുടെ വെബ് കണ്ടെയ്നർ ID കൊടുക്കണം. വെബ് കണ്ടെയ്നർ ID ഇതാണ്. ആക്ച്വലി ഞാനിത് കോപ്പി ചെയ്യുന്നു. ഓക്കെ, അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എറർ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഇവിടെ ഒരു വൈറ്റ് സ്പേസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, എറർ മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കണ്ടെയ്നർ URL കൊടുക്കേണ്ടത്. സോ നമ്മൾ സെർവർ സൈഡ് ടാഗ് മാനേജർ ഹോസ്റ്റ് ചെയ്ത് SSTM.promalab.com ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടത്. സോ പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഗൂഗിൾ ടാഗ് മാനേജർ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്ന ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നതെല്ലാം ട്രാക്കിംഗ് പ്രിവെൻഷൻ മെക്കാനിസത്തിനെ ബൈപ്പാസ് ചെയ്ത് കുറച്ച് എഫിഷ്യൻ്റായി ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റേപ്പിൻ്റെ ഒരു പവർ അപ്പിനകത്തുള്ളൊരു ഫീച്ചർ ഉണ്ട്, കസ്റ്റം ലോഡ് എന്ന്. ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യാം. ഓക്കെ, ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ നേരത്ത് ഇവർ ആക്ച്വലി നമ്മളുടെ ഒരു അഡീഷണൽ ഒരു ഡൊമൈനും കൂടി നമ്മുടെ DNSൽ ആഡ് ചെയ്യാൻ പറയും, സബ് ഡൊമൈൻ. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ നമ്മുടെ വെബ് കണ്ടെയ്നർ ID അതുപോലെ നമ്മൾ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് നമ്മൾ ജനറേറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ അവർ തരും. എന്ന് വെച്ചാൽ നമ്മുടെ വേഡ്പ്രസിൻ്റെ പ്ലഗിനകത്ത് കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്കറിയാം നമ്മുടെ വെബ് കണ്ടെയ്നർ ID നമ്മൾ ഓൾറെഡി കൊടുത്ത് പ്ലഗിനകത്ത്. ഇനി നമ്മുടെ കണ്ടെയ്നർ പാത്ത് കൊടുക്കേണ്ടത് ഈ വാല്യൂ ആണ്. ആക്ച്വലി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ SSTM.promalab.com ഓൾറെഡി നമ്മൾ DNSനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലോഡ് SSTM എന്ന് പറഞ്ഞ സബ് ഡൊമൈനോട് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ DNSനകത്ത്. ഓക്കെ, നമുക്കൊരു ഐഡൻറ്റിഫയർ ഉണ്ട് പ്ലഗിനകത്ത് കോൺഫിഗർ, അത് നമ്മൾ കോപ്പി ചെയ്തു, അത് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ സേവ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് സേവ് കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ റെഡിയാണ് സ്റ്റാറ്റസ്. ഞാൻ ഓൾറെഡി ഈ load.ssTM.promalab.com എന്ന് പറഞ്ഞ സബ് ഡൊമൈൻ എൻ്റെ DNSനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പവർ അപ്പിനകത്തുള്ള കസ്റ്റം ലോഡർ ഫീച്ചർ ഇനേബിൾ ചെയ്യുന്നവരെല്ലാവരും ഈ ഡൊമൈനോട് ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇത് പക്കയായിട്ട് വർക്ക് ചെയ്തുള്ളൂ. ഓക്കെ, സോ നമുക്കിനി നമ്മൾ GTM ഇൻറ്റഗ്രേഷനെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ജസ്റ്റ് ഇതിന് GTMൻ്റെ പ്രീവ്യൂ മോഡിലേക്ക് ഇട്ട് നോക്കാം. ഓക്കെ, പ്രീവ്യൂ മോഡിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമൈൻ്റെ URL promalab.com അത് ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു, പ്രീവ്യൂ മോഡ് കൊടുക്കുന്നു. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുണ്ട്. GTMൻ്റെ ബൈ ഡിഫോൾട്ട് ഇവൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ സോഴ്സ് കോഡ് ഒന്ന് എടുത്ത് നോക്കാം. സോഴ്സ് കോഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ GTM ഹൈഫൺ അടിച്ചാൽ വരേണ്ടതാണ്. നമുക്ക് ഈ റിക്വസ്റ്റ് URL പോയേക്കുന്നുണ്ട്, load.ssTM.promalab.com എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് നമ്മുടെ GTMൻ്റെ സ്ക്രിപ്റ്റ് ലോഡ് അയക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോർമലി നമ്മുടെ GTM സ്ക്രിപ്റ്റ് ലോഡാവുന്ന ആ ഒരു പാത്തൊന്നുമല്ല. നോർമലി നമ്മുടെ GTM സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, google-tag-manager.com/gtm.js എന്ന് പറഞ്ഞാണ് ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റേപ്പ് എന്ന് പറഞ്ഞ പ്ലഗിൻ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവരതിനെ കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്ത് ഈ പറഞ്ഞ ട്രാക്കിംഗ് പ്രിവെൻഷൻ മെക്കാനിസം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കസ്റ്റമൈസേഷനൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇവർ വിടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ വെബ് കണ്ടെയ്നറിനകത്ത് ഗൂഗിൾ അനലിറ്റിക്സ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ആദ്യം നമുക്ക് ഗൂഗിൾ സെറ്റപ്പ് ചെയ്യുന്ന ഗൂഗിൾ ടാഗാണ് ആദ്യം ഫയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ടാഗ് എന്ന് പറഞ്ഞൊരു
ടാഗ് ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് ഗൂഗിൾ ടാഗ് ഐ ഡി കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഡമ്മി ഞാൻ ടെസ്റ്റ് പർപ്പസിലേക്ക് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ടാണത്. അതിൻ്റെ കണ്ടെയ്നർ ഐ ഡി മെഷർമെൻറ്റ് ഐ ഡി ഞാൻ കോപ്പി ചെയ്യാണ് ആക്ച്വലി. അതിൻ്റെ ടാഗ് മാനേജറിൽ പോവാം. നമുക്ക് പറഞ്ഞ മെഷർമെൻറ്റ് ഐ ഡി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കോൺഫിഗറേഷൻ സെറ്റിങ്സിനകത്ത് നമുക്ക് 2 വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കണം. ആദ്യം നമുക്ക് സെൻഡ് പേജ് എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഗൂഗിൾ ടാഗ് ഫയർ ആവുന്നു അപ്പോഴുള്ള ഒരു പേജ് ഇവൻറ്റ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. സെൻഡ് പേജ് ട്രൂ ആയി കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ കണ്ടെയ്നറിൻ്റെ യു ആർ എൽ ഇവിടെ പറഞ്ഞു, സെർവർ സൈഡ് കണ്ടെയ്നറിൻ്റെ യു ആർ എൽ, സെർവർ കണ്ടെയ്നർ യു ആർ എൽ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ യു ആർ എൽ നമ്മൾ സ്റ്റേക്ക് പോയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ കണ്ടെയ്നർ യു ആർ എൽ. നമ്മളത് കോപ്പി ചെയ്യുന്നു. ssstn.promal.com അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ വേറെ സെറ്റിങ്സ് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു ഇതിൻ്റെ ഒന്ന് പേര് മാറ്റാം. ഓക്കെ, ഗൂഗിൾ ടാഗ്. എന്തിൻ്റെ ഗൂഗിൾ ടാഗാണ് ഇത്? GF4ൻ്റെ ഗൂഗിൾ ടാഗാണ്. ഓക്കെ, അത് GF4 ഗൂഗിൾ ടാഗ്. സോ നെയിമിങ് കൺവെൻഷൻ എപ്പോഴും നല്ലൊരു ഒരു പക്ക സ്ട്രക്ചേർഡ് ഫോർമാറ്റ് എല്ലാവരും കീപ്പ് ചെയ്യാം. കാരണം ഒരുപാട് ടാഗും കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ടെയ്നറിൽ കയറും തോറും മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഒരു പക്ക നെയിമിങ് കൺവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എഫിഷ്യൻ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നെയിമിങ് എല്ലാം ആഡ് ചെയ്തു. ഞാൻ ഇനിഷ്യലൈസേഷൻ ഓൾ പേസ് ആണ് ആ ഒരു കണ്ടീഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രിവ്യൂ മോഡിലോട്ട് ഇടുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ടാഗെല്ലാം ഇവിടെ നമുക്ക് ഇനിഷ്യലൈസേഷൻ എന്ന ടാഗ് ഫയർ ആവുന്നുണ്ട്. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ സർവർ സൈഡ് ടാഗ് മാനേജർ നമുക്കൊന്ന് പ്രീവ്യൂ മോഡിലേക്ക് ഇടാം. ഓക്കെ, ഇപ്പോൾ സർവർ സൈഡ് ടാഗ് മാനേജറിൽ ഒന്നുമില്ല, ക്ലൈൻ്റ് ഇല്ല, ക്ലൈൻറ്റോ ടാഗോ ഒന്നുമില്ല ഇതിനകത്ത്, കംപ്ലീറ്റ്ലി ബാങ്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ പ്രീവ്യൂ മോഡിലേക്ക് ഇടുന്നുണ്ട്. ലോഡാവുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ലോഡായി. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇനി ഞാൻ ആക്ച്വലി ഇതിൻ്റെ പ്രീവ്യൂ മോഡിലേക്ക് ഒന്നും കൂടി ഇടുകയാണ്. ഓക്കെ, promal.com പ്രീവ്യൂ മോഡിലേക്ക് ഇടാണ്. ഓക്കെ, ഇനി നമ്മുടെ SSTM-നകത്തേക്ക് റിക്വസ്റ്റ് വരണം. കളക്റ്റ് എന്ന റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഇൻകമിങ് റിക്വസ്റ്റ് ഉണ്ട്, അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പക്ഷേ ക്ലയൻ്റ് ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല, അതുപോലെ ഔട്ട് ഗോയിങ് റിക്വസ്റ്റും നള്ളാണ്. ഓക്കെ, ഒരു സർവീസ് ടാഗ് മാനേജർ വർക്ക് ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലയൻ്റാണ്. എന്തൊരു റിക്വസ്റ്റ് സർവീസ് ടാഗ് മാനേജറിലേക്ക് വന്നാലും അതിനെ റിസീവ് ചെയ്ത് പ്രോസസ് ചെയ്യണമെങ്കിൽ ഒരു ക്ലയൻറ്റ് വേണം അതിനകത്ത്. സോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഒറ്റ ക്ലയൻറ്റും ഇല്ല. അപ്പോൾ നമുക്കൊരു ക്ലയൻറ്റിനെ നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സ് 4ൻ്റെ റിക്വസ്റ്റുകൾ ക്ലെയിം ചെയ്യാനും അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലയൻറ്റ് നമുക്ക് ഇനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് ഗൂഗിൾ ടാഗ് മാനേജർ തന്നെ ക്ലയൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ GF4ൻ്റെ വെബാണ് ആ ക്ലയൻറ്റ് നമുക്ക് ഇനേബിൾ ചെയ്യുന്നു. ബാക്കിയോട് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഇത് ഞാൻ തൽക്കാലം ചേഞ്ച് ചെയ്യുന്നില്ല. സെർവർ മാനേജർ കുക്കി എല്ലാം കീപ്പ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കുക്കി സെറ്റിങ്സ് ആണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെർവർ മാനേജറും ജാവാസ്ക്രിപ്റ്റ് മാനേജറുണ്ട്. ജാവാസ്ക്രിപ്റ്റ് മാനേജറാണ് നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മളൊരു വെബ് കണ്ടെയ്നറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗൂഗിൾ അനലിറ്റിക്സിന് സെറ്റ് ചെയ്യുന്ന കുക്കി ജാവാസ്ക്രിപ്റ്റ് മാനേജർ. അതിനെ മാറ്റിയിട്ട് നമുക്ക് സെർവർ മാനേജർ കുക്കി ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ സർവീസ് ടാഗ് മാനേജറിലുണ്ട്. സോ ഇതൊന്ന് റെക്കമെൻഡഡ് അപ്രോച്ച് ഇതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ചൂസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുന്നു. നമുക്കൊരു GF4 എന്നൊരു പേര് കൊടുക്കാം. ജസ്റ്റ് GF4 എന്ന് മാത്രം കൊടുക്കുകയാണ് ഞാൻ തൽക്കാലത്തേക്ക്. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് പ്രീവ്യൂ മോഡിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി റിക്വസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ ഒന്നുകൂടി പ്രീവ്യൂ മോഡിൽ ഇടാണ്. ആക്ച്വലി ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാനത് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ, റിക്വസ്റ്റ് പോയിട്ടുണ്ട്. റിക്വസ്റ്റ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ ആണ് ഗൂഗിൾ ടാഗ് ഫയർ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ടാഗ് ഫയർ ചെയ്യുമ്പോൾ നമ്മൾ പേജ് ഇവൻറ്റ് ഫയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് നോക്കി കഴിഞ്ഞാൽ റിക്വസ്റ്റ് വന്നു. ഓക്കെ, നമ്മുടെ ഇൻകമിങ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ റിക്വസ്റ്റിന് എന്താ GF4 എന്ന് പറഞ്ഞ ക്ലയൻറ്റ് ക്ലെയിം ചെയ്തു. ആ ക്ലയൻറ്റ് ക്ലെയിം ചെയ്തിട്ട് ഇവിടെ എന്താണ് വന്നത്? പുതിയൊരു ഇവൻറ്റ് വന്നു. നേരത്തെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നൊരു ഇവൻറ്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ GF4 എന്നൊരു ക്ലയൻറ്റ്
നമ്മൾ ഇനേബിൾ കൊടുത്തുകൊണ്ട് ആ ക്ലയൻറ്റ് ഈ പറഞ്ഞ ഗൂഗിൾ ആൻഡ് റിക്വസ്റ്റ് സർവീസ് അറ്റാക്ക് മാനിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ അതിനെ റിസീവ് ചെയ്തിട്ട് എന്താണ് പേജ് ഇവൻ്റ് ആണല്ലോ, ആ പേജ് ഇവൻ്റ് ജനറേറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ ടാഗ് ഓപ്ഷനിൽ പോയി കാണാൻ പറ്റും. ഇവിടെ ടാഗൊന്നും ഫയർ ആയിട്ടില്ല. നമുക്കിവിടെ ഔട്ട് ഗോയിങ് റിക്വസ്റ്റ് നണ്ണാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഇവൻറ്റ് ജനറേറ്റ് ചെയ്തെങ്കിലും ആ ഇവൻറ്റിന് അഗെയിൻസ്റ്റ് ഗൂഗിൾ ആൻഡ് ഡാറ്റ അയക്കാൻ വേണ്ടി ഒരു ടാഗിന് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നണ്ണ് വരുന്നത്. ഓക്കെ, സോ നമുക്കിനി കാര്യം ചെയ്യാം. നമുക്കൊരു ടാഗിനെ വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുത്തേക്കാം. ഞാനിവിടെ ടാഗ് ഓപ്ഷനിൽ പോകുന്നു. ഒരു ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഒരു ടാഗ് എനേബിൾ ചെയ്യാണ്. ഈ സെറ്റിങ്സ് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഓക്കെയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ എന്ത് റിക്വസ്റ്റാണ് വരുന്നത് ആ റിക്വസ്റ്റിന് എടുത്തിട്ട് നേരെ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ സെർവറിലോട്ട് ഫോർവേഡ് ചെയ്യുക. അതാണ് ഇവിടെ ബ്ലാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കസ്റ്റം ട്രിഗർ കണ്ടീഷൻ സെറ്റപ്പ് ചെയ്യാം. ഞാൻ കസ്റ്റം ട്രിഗർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ എന്ത് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ റിക്വസ്റ്റ് വന്നാലും ഈ GA4 എന്ന് പറഞ്ഞ ക്ലയൻറ്റ് അതിനെ റിസീവ് ചെയ്ത് അതിനകത്തുള്ള ഇവൻറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് GA4ൻ്റെ ഇവൻറ്റ് ഇതുപോലത്തെ ഇവൻറ്റ് GA4ൻ്റെ ക്ലയൻറ്റ് ജനറേറ്റ് ചെയ്താലും ആ ഇവൻറ്റിൻ്റെ അടുത്ത് ഗൂഗിൾ അനലിറ്റിക്സിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഒരു ടാഗ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ കസ്റ്റം കൊടുക്കുന്നു, ആൻഡ് ക്ലയൻറ്റ് നെയിം എന്ന് കൊടുക്കുന്നു. ക്ലയൻറ്റ് നെയിം ഈക്വൽസ് GA4 എന്ന് കൊടുക്കുന്നു. നമ്മൾ ക്ലയൻറ്റ് നെയിം എന്താണ് ഇവിടുത്തെ പേര് നോക്കാം. ഇത് GA4 എന്നാണ്. അപ്പോൾ GA4 കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്ലയൻറ്റ് എന്തൊക്കെ റിക്വസ്റ്റ് എന്തൊക്കെ ഇവൻറ്റ് ജനറേറ്റ് ചെയ്താലും ആ ഇവൻറ്റിനെ എല്ലാം എടുത്ത് ഗൂഗിൾ അനലിറ്റിക്സിലേക്ക് അയക്കും. അതാണ് ഈ പറഞ്ഞ ട്രിഗർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി GA4 ഓൾ ഇവൻറ്റ്സ് GA4ൻ്റെ എന്ത് ഇവൻറ്റ് വന്നാലും ഈ പറഞ്ഞ ട്രിഗർ കണ്ടീഷൻ ഫയർ ആവും. അപ്പോൾ ഈ ട്രിഗർ നമ്മുടെ GA4ൻ്റെ ടാഗായിട്ട് കണക്റ്റ് ആണ്. അപ്പോൾ ഈ ടാഗ് ഫയർ ആവും. ഓക്കെ, ഇനി നമുക്ക് GA4 ഓൾ ഇൻ വൺ ടാഗ് ഇങ്ങനെ പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടി ഇപ്പോൾ നിങ്ങളോട് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഔട്ട് ഗോയിങ് റിക്വസ്റ്റ് ഒന്നുമില്ല. ഇനി നമ്മളൊന്നുകൂടി പ്രീവ്യൂ മോഡിലേക്ക് ഇട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് വീണ്ടും കൊടുക്കണം. പ്രീവ്യൂ മോഡിലേക്ക് ഇടുന്നു, വെബ് കണ്ടെയ്നർ പ്രീവ്യൂ മോഡിലേക്ക് ഇടുന്നു, പേജ് ലോഡ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, പേജ് ലോഡായി കഴിയുമ്പോൾ നമ്മുടെ ബൈ ഡിഫോൾട്ട് GA4 ഗൂഗിൾ ടാഗ് ഇവൻറ്റ്സുകൾ വന്നു. ഇനിഷ്യലൈസേഷൻ അത് നമ്മുടെ ഗൂഗിൾ ടാഗ് ഫയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേജ് ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ റിക്വസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇൻകം റിക്വസ്റ്റ് GA4 എന്ന് പറഞ്ഞ ക്ലയൻറ്റ് അതിനെ റിസീവ് ചെയ്തു, ക്ലെയിം ചെയ്തു, പേജിൽ നിന്ന് ഇവൻറ്റ് ജനറേറ്റ് ചെയ്തു. ഇവിടെ ഔട്ട് ഗോയിങ് നേരത്തെ നണ്ണായിരുന്നു, ഇപ്പോൾ ഔട്ട് ഗോയിങ് റിക്വസ്റ്റ് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ടാഗ് സെക്ഷനിൽ പോയാൽ കാണാൻ പറ്റും GA4ൻ്റെ ഒരു ടാഗ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടാഗ് ഫയർ ആയിട്ടുള്ളൂ. സോ ആ ടാഗ് ഫയർ ആണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഗൂഗിൾ സെർവറിലോട്ട് അയക്കുന്നതാണ്. അതാണ് ഇവിടെ ഔട്ട് ഗോയിങ് റിക്വസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും എന്തൊക്കെ ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ടെന്ന്. ഇനി ഇവിടെ നമ്മളിപ്പോൾ റിക്വസ്റ്റ് ടാബും ഇതുപോലെ ടാഗ്സിൻ്റെ ടാബും കണ്ടു. ഇനി ഇവിടെ വേരിയബിൾസ് എന്നൊരു ടാബ് ഉണ്ട്. ഇവിടെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ സർവീസ് കണ്ടെയ്നറിനകത്ത് എന്തൊക്കെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു ആ വേരിയബിൾസ് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കിയ നേരത്തെ ക്ലയൻറ്റ് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്ത് GA4 എന്നുള്ള അതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. അതുപോലെ ഇവൻറ്റ് ഡാറ്റ ഈ പറഞ്ഞ പേജ് എന്ന് പറഞ്ഞ ഇവൻറ്റ് GA4 എന്ന് പറഞ്ഞ ക്ലയൻറ്റ് ജനറേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ഡാറ്റ അതിനകത്ത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പേജ് ഇവൻ്റ് ആണെന്നുള്ളത് അവിടെ വന്നേക്കുന്നത്. അതുപോലെ സെഷൻ ID എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്, IP എന്താണെന്ന് എൻ്റെ IP ആണ് കാണിക്കുന്നത്. അതുപോലെ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേജ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ബ്രൗസർ ഏജൻറ്റ് മാക്കാണ് അതെല്ലാം കാണിക്കുന്നുണ്ട്. ബ്രൗസർ സ്ക്രീൻ റെസൊല്യൂഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പം എത്ര ഇൻഫർമേഷനാണ് ആക്ച്വലി ഈ പറഞ്ഞ GA4ൻ്റെ ക്ലയൻറ്റ് ജനറേറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ ടാഗ് എന്തൊക്കെ ഇൻഫർമേഷൻ അയച്ചെന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ റിക്വസ്റ്റ് URL നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും. ഇതാണ് പേജ് ഇവൻറ്റ് പാസ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ IDനകത്ത് കാണാൻ പറ്റും. ഇതാണ് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ID ഇവൻ പാസ് കൊടുത്തത്. ആ ഗൂഗിൾ അനലിറ്റിക്സ് IDയിലോട്ടാണ് പോയേക്കുന്ന ഡാറ്റ. സോ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്തേക്കുന്നത് ഒരു ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ടാഗ് വെബ് കണ്ടെയ്നറിനകത്ത് നമ്മൾ സർവീസ് ടാഗ് മാനേജറിലേക്ക് ഡാറ്റ അയക്കാൻ വേണ്ടി കോൺഫിഗർ ചെയ്തു. അവൻ ലോഡാകുമ്പോൾ പേജ് ഇവൻറ്റ് ഈ ഗൂഗിൾ ടാഗ് ഒരു പേജ് ഇവൻറ്റിനെ നമ്മൾ സർവീസ് ടാഗ് മാനേജറിലേക്ക് അയച്ചു. സർവീസ് ടാഗ് മാനേജർ പേജ് ഇവൻറ്റിനെ കണക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ഗൂഗിൾ അനലിറ്റിക്സിലോട്ട് അയച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഗൂഗിൾ അനലിറ്റിക്സിലേക്ക് ഡാറ്റ വന്നു ഇല്ലെന്ന് നോക്കാം. നമുക്ക് ഡാറ്റ ഡിസ്പ്ലേനകത്ത് ഡീബഗ് വ്യൂ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവൻറ്റ് കാണേണ്ടതാണ്.
നമ്മുടെ പേജ് ഇവൻ്റ് നമ്മുടെ പേജ് ഇവൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പേജ് ഡേറ്റ് പ്രോ മലയാളി, നമ്മുടെ സെഷൻ ഐ ഡി എടുക്കുക. ഇതാണ് നമ്മുടെ സെഷൻ ഐ ഡി. ഇത് തന്നെയാണോ ഇപ്പം ഗൂഗിൾ സർവീസ് അറ്റാക്ക് മാനിലുള്ള സെഷൻ ഐ ഡി എന്നൊക്കെ നോക്കുക. സെഷൻ ഐ ഡി ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇവൻ്റിൽ പോയി നോക്കിയാൽ മതി. സെഷൻ ഐ ഡി. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബേസിക് ഗൂഗിൾ ആൻഡ് സെറ്റപ്പ് സർവീസ് അറ്റാക്ക് മാനേജ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കസ്റ്റം ഇവൻറ്റ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഡാറ്റ സ്ട്രീംസിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഇവൻറ്റും ഇപ്പോൾ പേജ് സ്ക്രോൾസ് ഇതെല്ലാം ആയിട്ട് ഓട്ടോമാറ്റിക് കണക്ട് ചെയ്യുന്ന ഗൂഗിൾ ആൻഡ്സിന് എല്ലാ ഇവൻറ്റും ഇനേബിൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡ് പോയിൻ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ നോക്കിയോടെ കാണാൻ പറ്റും ജസ്റ്റ് പേജ് മാത്രമേ. ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം കേട്ടോ. റീഫ്രഷ് ചെയ്യാൻ നേരത്തെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ടാവണം, പേജ് വന്നിട്ടുണ്ടാവണം, പിന്നെ സ്ക്രോൾ വന്നിട്ടുണ്ടാവണം. ഓക്കെ. യൂസർ എൻഗേജ്മെൻറ്റ്, പേജ്, സ്ക്രോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ആൻഡ്സിൻ്റെ ഓട്ടോമാറ്റിക് ഇവൻറ്റ്സ് എല്ലാം ഇനേബിൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഫയർ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം വെബ് കണ്ടെയ്നർ ഫയർ ചെയ്തു. അത് സർവീസ് അറ്റാക്ക് മാനിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഗൂഗിൾ ആൻഡ്സിലും വന്നിട്ടുണ്ടാവും. ഓക്കെ. ഡിബഗ് വ്യൂ പോയി നമുക്കൊന്ന് നോക്കാം. പേജ്, യൂസർ എൻഗേജ്മെൻറ്റ്, പേജ്, സ്ക്രോൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിനിപ്പോൾ സർവീസ് അറ്റാക്ക് മാനേജർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ കണ്ടെയ്നർ എന്ത് ഇവൻ്റ് ഇനിയിപ്പോൾ സർവീസ് അറ്റാക്ക് മാനിലേക്ക് അയച്ചാലും അതിന് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ നമ്മുടെ ഈ ക്ലയൻറ്റ് നമ്മുടെ ക്ലയൻറ്റ് തന്നെ റിസീവ് ചെയ്യും. അതിന് ശേഷം അവൻ എന്ത് ചെയ്യും, ഇവൻറ്റ് ജനറേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കോൺഫിഗർ ടാഗ് അതിനെ എടുത്ത് ഫയർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രോളിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഗൂഗിൾ ആൻഡ്സിൻ്റെ റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ GA4ൻ്റെ ക്ലയൻറ്റ് അത് റിസീവ് ചെയ്തു. അതിന് ശേഷം അതിന് ഇവൻറ്റ് ജനറേറ്റ് ചെയ്തു. ഇവൻറ്റ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഗൂഗിൾ GA4ൻ്റെ ടാഗ് നമ്മൾ സർവീസ് അറ്റാക്ക് മാനിൽ കോൺഫിഗർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അവൻ ഈ ക്ലയൻറ്റ് എന്ത് ഇവൻറ്റ് ജനറേറ്റ് ചെയ്താലും അതിന് ഫയർ ചെയ്യുന്ന രീതിയിലുള്ള ട്രിഗറാണ് അതുമായി അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ടാഗ് ഫയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഗൂഗിൾ ആൻഡ്സിൽ ഈ പറഞ്ഞ എല്ലാ ഡാറ്റയും വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾ എന്ത് കസ്റ്റം ഇവൻ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കസ്റ്റം ഇവൻ്റ് കൊടുക്കാം. ഓക്കെ. GA4 ഇവൻ്റ് മെഷർമെൻ്റ് ഐ ഡി ഞാൻ ഓക്കെ. ഡാറ്റ കളക്ഷൻ, ഡാറ്റ സ്ട്രീംസ്, മെഷർമെൻ്റ് ഐ ഡി ഞാൻ കോപ്പി ചെയ്യാണ്. ഓക്കെ. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇത് നമ്മളെപ്പോഴും മെഷർമെൻ്റ് ഐ ഡി മൾട്ടിപ്പിൾ ടൈമിൽ എപ്പോഴും റീയൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കിതിനകത്തൊരു ഒരു ഓപ്ഷൻ ഉണ്ട്, കോൺസ്റ്റൻ്റ് എന്നൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ. എപ്പോഴും റീയൂസബിൾ ചെയ്യേണ്ട വാല്യൂ, ചേഞ്ച് ആവാത്ത വാല്യൂസൊക്കെ നമുക്ക് ഇത് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ വേരിയബിൾ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ GA4 ID ടെസ്റ്റ്. ഓക്കെ. ഇപ്പം ഞാൻ ഈ വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കലി അവൻ എടുത്തോളും. ഓക്കെ. ഞാനിപ്പോൾ ടെസ്റ്റ് ബട്ടൺ ക്ലിക്ക് എന്നും പറഞ്ഞൊരു ഇവൻ്റ് പാസ് ചെയ്യാണ്. ഓക്കെ. ഞാൻ ഇതിനകത്തൊക്കെ അത് ഫയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൾ എലമെൻറ്റ് ക്ലിക്സിനകത്ത് ഫയർ ചെയ്യാണ്. ഓക്കെ. ഓക്കെ. നമ്മൾ നേരെ GA4 ഗൂഗിൾ ടാഗ് നെയിം യൂസ് ചെയ്തപ്പോൾ GA4 ഓൾ ക്ലിക്സ്, GA4 ഓൾ ക്ലിക്സ് കൊടുത്തു. ഞാൻ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ പ്രിവ്യൂ എടുക്കുകയാണ്. ഓക്കെ. എന്നിട്ട് പേജ് ലോഡായി. ഓക്കെ. ഞാൻ സ്ക്രോൾ ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ ബൈ ഡിഫോൾട്ട് വരേണ്ടത് എൻഗേജ്മെൻറ്റ് പേജും അതുപോലെ സ്ക്രോൾ. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. 5 ക്ലിക്ക് ചെയ്തു. ഓക്കെ. 5 ക്ലിക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എല്ലാത്തിലും നമ്മൾ ടാഗിന് ഫയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ക്ലിക്കും ഇവിടെ ഇവൻ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഇവൻ്റ് ടാഗ് അഗെയിൻസ്റ്റ് ടാഗും ഫയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിനി നമ്മുടെ ഡീബഗ് വ്യൂ പോയി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ അർത്ഥമാക്കണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത്രയും സാധനം ഈ പറഞ്ഞ സിംഗിൾ ക്ലയൻറ്റും സിംഗിൾ ടാഗ് നിങ്ങൾ ഗൂഗിൾ സർവീസ് അറ്റാക്ക് മാനിൽ കോൺഫിഗർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ
നിങ്ങൾ എന്തൊക്കെ ഇവൻ്റ് ഈ പറഞ്ഞ ഗൂഗിൾ അനലിറ്റിക്സ് ഇവൻ്റ് സെർവർ ഡ്രൈവിലേക്ക് അയച്ചാലും അങ്ങനെ ഓട്ടോമാറ്റിക്കായി അതിനെടുത്തിട്ട് അങ്ങോട്ടേക്ക് റീഡാക്റ്റ് വിട്ടോളും. പ്രത്യേകം ചെയ്യാനില്ല. ഓക്കെ, സോ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോർമലി നിങ്ങളൊരു ഗൂഗിൾ ടാഗ് മാനേജർ ക്രിയേറ്റ് ചെയ്ത ടാഗ് എല്ലാം ക്രിയേറ്റിന് ശേഷം പബ്ലിഷ് ചെയ്യും പോലെ സർവീസ് ടാഗ് മാനേജർ നിങ്ങൾ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, നിങ്ങളിവിടെ പേരും കാര്യങ്ങളെല്ലാം കൊടുത്ത് കൃത്യമായ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്താൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ പബ്ലിഷ് ചെയ്തു. ഇനിയിപ്പോൾ എന്ത് റിക്വസ്റ്റ് പ്രൊഡക്ഷൻ എൻവിറോൺമെൻറ്റിനോ അത് ഡയറക്റ്റ്ലി വന്നാലും ഇവനെടുത്ത് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ റിക്വസ്റ്റിനെല്ലാം എടുത്ത് ഗൂഗിൾ അനലിറ്റിക്സ് സെർവറിലോട്ട് അയച്ചോളും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ അനലിറ്റിക്സ് ഒരു ബേസിക് പർപ്പസിലുള്ള ഗൂഗിൾ അനലിറ്റിക്സ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നല്ല നിങ്ങൾക്ക് ക്ലിയർ സർവീസ് ടാഗ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ ക്ലിയർ ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ ഇതിനകത്ത് കമൻസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇനി ഇൻട്രസ്റ്റുള്ള മറ്റ് എന്തൊക്കെ ടൈപ്പ് ഗൂഗിൾ ടാഗ് മാനേജറോ സർവീസ് ടാഗ് മാനേജർ യൂസ് ചെയ്യുന്ന എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ അരിയൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലോട്ട് എത്രത്തോളം റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ നല്ല ഫ്രീക്വൻസി വളരെ എന്താ പറയുക കൂടി വരുന്നത്, വലിയ ഡിലേ വരുന്നത്, ഗ്യാപ്പ് വരുന്നത്. സോ എനിക്കും നിങ്ങളുടെ കൃത്യമായ ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം. യാ, താങ്ക് യു.